ഹലോ നമസ്കാരം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മളുടെ ചെമ്പനീർ പൂവിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ മത്സരം ഇങ്ങനെ തകൃതിയായി നടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് മത്സരത്തിൽ ചന്ദ്രേൻ്റെ ടീമാണ് ജയിച്ചത്. നമ്മുടെ സച്ചിയാണ് പിന്നെ എന്താണ് ഇത് സോറി ഉരുളിയല്ല സോറി ഉറി ഉടച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ സച്ചിയാണ് ടീമിനെ ജയിപ്പിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമതും ഒരു ഗെയിമും കൂടെ ഉണ്ട്. അതിങ്ങനെ ട്രാക്ക് വരച്ചിട്ട് അതിൽ കൂടെ ഈ പഴയ സൈക്കിളിൻ്റെ ടയറൊക്കെ ഉണ്ടല്ലോ, ടയർ ഉരുട്ടി കളിക്കുക. അപ്പോൾ അങ്ങനെ ആ ടയർ ഉരുട്ടിയിട്ട് ആരാണോ ഫിനിഷിംഗ് പോയിന്റിൽ എത്തേണ്ടത് എന്ന്. അപ്പോൾ 6 പേരും ഒരുപോലെയാണ് ടയർ വീഴാൻ പാടില്ല. വീണ കളിയിൽ നിന്ന് ഔട്ടായി. അങ്ങനെ ഒരു 3 ടീമും മൂന്നാളും മറ്റേ പെൺകുട്ടികൾ 3 അങ്ങനെ 6 പേരും കൂടെ ടയർ ഉരുട്ടി ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കണം. അതാണ് അടുത്ത ഗെയിം. അപ്പോൾ അങ്ങനെ എല്ലാവരും റെഡി. അപ്പോൾ സച്ചി പറയും എനിക്ക് നല്ല എക്സ്പീരിയൻസാണ്, കാരണം ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ അച്ഛമ്മയുടെ അടുത്തായതുകൊണ്ട് ഞാൻ അങ്ങനെ ടയർ ഉരുട്ടി കളിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ശ്രുതിയും പറയും എനിക്കും അറിയാം, ശ്രീകാന്തും പറയും എനിക്കറിയാം. അപ്പോൾ നമ്മുടെ രേവതി പറയും ഞാനും ഈ ടയർ ഉരുട്ടി കളിച്ചിട്ടുണ്ട് എന്നറിയും. അപ്പോൾ അവൾ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നുകൊണ്ട് അവളത് ചെയ്തിട്ടുണ്ട്. ഞങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ, പണ്ട് ചെറുപ്പത്തിൽ സൈക്കിളിൻ്റെ ടയർ ഉരുട്ടി ഞങ്ങളും കളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ നല്ല അതൊരു രസമാണ്, ഒരു ഗെയിം. അങ്ങനെ സ്റ്റാർട്ട് പറയുമ്പോൾ എല്ലാവരും കൂടെ ഉരുട്ടുമ്പോൾ ആദ്യം നമ്മുടെ ശ്രുതി വലിയ വീരവാദം പറയുന്ന ആൾ, അയാളാണ് ആദ്യം പൊട്ടുക. അയാളും അറിയും എൻ്റെ ഇത് ഗ്രിപ്പില്ലാത്ത ടയറാണെന്നും പറഞ്ഞിട്ട് അവനെ മാറ്റും. അപ്പോൾ ചന്ദ്രൻ ചീത്ത പറയണം, ഇങ്ങോട്ട് പറഞ്ഞിട്ട് ചന്ദ്രൻ ചീത്ത പറയണം. അപ്പോൾ അങ്ങനെ അവൻ മാറും. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് പെൺകുട്ടികൾ 2 പേരും, അതായത് വർഷയും ശ്രുതിയും. അവർ രണ്ടാളും കൂടെ കൂട്ടിയിടിച്ച് അവർ രണ്ടാളും ഔട്ടായി, അവരും മാറും. പിന്നെ ട്രാക്കിലുള്ളത് സച്ചിയും ശ്രീകാന്തും രേവതിയാണ്. അപ്പോൾ അങ്ങനെ ശ്രീകാന്ത് തട്ടി ശ്രീകാന്തിൻ്റെ കാലിനുള്ളിൽ കൂടെ പോയി ശ്രീകാന്തും ഔട്ടായി. പിന്നെ 2 പേരാണ് നമ്മുടെ സച്ചിയും രേവതി. അപ്പോൾ ഭയങ്കര പ്രോത്സാഹനമാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ശ്രീകാന്ത് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുക, സത്യേട്ടോ നോക്ക് ജയിക്ക് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ പക്ഷേ പെൺകുട്ടികളൊന്നും രേവതീനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവളുമാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശ്രീകാന്ത് എല്ലാവരുടെ അടുത്തും പോയിട്ട് കൈയടിക്കുന്നു പറഞ്ഞ് അങ്ങനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ 2 പേരുമാണ് വിജയിക്കുന്നത്. അതായത് സച്ചിയും രേവതിയാണ് ആ ഗെയിമിൽ വിജയിക്കുന്നത്, രണ്ടാളും. അപ്പോൾ ശ്രീകാന്തൊക്കെ ഭയങ്കര ചാട്ടമാണ്. അപ്പോൾ ആർക്കും അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം അവരെ രണ്ടാളെയും തോൽപ്പിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ബാക്കി 4 പേരും വന്നത്. പക്ഷേ ചന്ദ്രയടക്കം 5 പേര്. അപ്പോൾ പക്ഷേ ജയിച്ചത് നമ്മുടെ രേവതിയും പിന്നെ സച്ചിയാണ് ജയിച്ചത്. അപ്പോൾ പറയും ചന്ദ്ര നിനക്കെന്താ സന്തോഷമില്ലാത്തത്, നിൻ്റെ ടീം രണ്ടാമതും ജയിച്ചിരിക്കുന്നു, അത് സച്ചിയാണ് ജയിപ്പിച്ചത്, നീ എന്താ സന്തോഷിക്കാത്തത് എന്ന് പറയും. അതുപോലെ മോളെ നന്നായി എന്നൊക്കെ പറഞ്ഞ് രേവതീനെയും നമ്മളുടെ രവി നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ പക്ഷെ അവളൊരു പാവാട്ടോ. അവളിങ്ങനെ രേവതി ചേച്ചി സൂപ്പർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാലും ശ്രീകാന്തും അതെ എല്ലാവരും. അപ്പോൾ ശ്രുതി മാറി നിൽക്കുകയാണ്, കാരണം ശ്രുതിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല, അവർ സച്ചിയും രേവതിയൊന്നും ജയിച്ച അത്ര ഇഷ്ടപ്പെട്ടില്ല. അവനെ കൊണ്ടൊന്നിനും വയ്യനെന്നാൽ മറ്റുള്ളവർ ചെയ്യുന്നതിൽ കുശുമ്പാണേനും. അപ്പോൾ ചന്ദ്രനോട് പറയാണ്, ചന്ദ്രേ സച്ചിയെ നിൻ്റെ ടീം ജയിപ്പിച്ചത്, നീ കൈ കൊടുക്ക് എന്ന് പറയാണ് രവി. അപ്പോൾ കൈ കൊടുക്കുന്നത്. അപ്പോൾ അവൻ സച്ചി ഇങ്ങനെ കൈ നീട്ടിക്കുമ്പോൾ ചന്ദ്ര വേണോ വേണ്ടയോ എന്നുള്ളതിലിങ്ങനെ നിൽക്കുകയാണ്. കൊടുക്ക് ചന്ദ്രേ എന്ന് പറയുമ്പോൾ അങ്ങനെ കൈ കൊടുത്തിട്ട് പിന്നെ പെട്ടെന്ന് കൈ ഇങ്ങോട്ട് വലിക്കും. അതുപോലെ രേവതി നീ ഇങ്ങോട്ട് വാ, രേവതിക്കും കൊടുക്ക് എന്ന് പറയും. അങ്ങനെ രേവതിക്കും കൈ കൊടുക്കാൻ മനസ്സോടുകൂടി കൈ കൊടുക്കണം, കാരണം ഒട്ടും സന്തോഷമില്ല ചന്ദ്രയ്ക്ക്. കാരണം ഇവർ രണ്ടുപേരില്ലേ, കാരണം മറ്റേ 2 മരുമക്കളും ജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പിന്നെ ഒട്ടും സന്തോഷമല്ല ചന്ദ്രയ്ക്ക് കേട്ടോ. അപ്പോൾ അവസാനം അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. നമ്മുടെ രവിക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ രവി പറയും എന്ത് രസമല്ലേ ഇന്നത്തെ ഇത് അറിയാം. അപ്പോൾ ഇനി നേരെ അമ്പലത്തിലേക്കാണ് പോണതെന്ന് പറയുകയാണേ. അപ്പോൾ അമ്പലത്തേക്ക് പോണ സമയത്ത് ഇനിയിപ്പോൾ ഈ നേരത്തെ അമ്പലത്തിൽ പോകണോ എന്ന് പറയും. വേണം ആ ഒരു ചടങ്ങും കൂടെ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്നതാണ്. അമ്പലത്തിൽ പോകുന്നത് കാണിക്കില്ല, പോകുകയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നടന്ന് വരുന്ന വഴിക്ക് ഞാൻ ഇന്ന് ഇവിടെ സച്ചിനെയും രേവതീനെയും തോൽപ്പിക്കണമെന്ന് ഇവിടെ ചിലർ പ്ലാൻ ചെയ്തിരുന്നു എന്നിങ്ങനെ പറയും. നമ്മുടെ അച്ഛമ്മ ഒരു ബോംബ് പൊട്ടിക്കുകയാണ്. അപ്പോൾ പറയും ആകെ പരസ്പരം നോക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഞാൻ കേട്ടതാണ് സച്ചിനെയും രേവതീനെയും തോൽപ്പിക്കണം, അവരെ തോൽപ്പിക്കണം എന്നൊരു ഒറ്റക്കെട്ടായിട്ട് ഒരു തീരുമാനം എടുത്തിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടീം ഉണ്ടാക്കിയത് നമ്മുടെ അച്ചമ്മ പറയുമ്പോൾ എല്ലാവരും അന്തം വിട്ട് അവിടെ നിൽക്കുകയാണ്. വഴിയിൽ നിന്ന് എല്ലാവരും അവിടെ തന്നെ നിൽക്കുക പറയുക. അപ്പോൾ അങ്ങനൊരു കളി നടന്നിരുന്നോ എന്ന് ചോദിക്കും നമ്മുടെ സച്ചി. അപ്പോൾ രവി പറയും ഓഹോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ പറയും. അതെ ചിലർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്ന് പറയും. അപ്പോൾ എടുത്ത വഴിക്ക് സച്ചി പറയും ഇതാ ആ ഓട്ടക്കാരൻ, വലിയ ഓട്ടക്കാരൻ അവനാവും എന്ന് പറയും. ഞാനൊന്നല്ല, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല അറിയും ശ്രുതി. അപ്പോൾ പറയും പിന്നെ അല്ലെങ്കിൽ പിന്നെ ആരാ എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ ചന്ദ്രനെ നോക്കും സച്ചി കേട്ടോ. അപ്പോൾ പറയും ചന്ദ്ര
ചന്ദ്രയും ബാക്കിയുള്ളവരുമാണ് നിങ്ങളെ രണ്ടുപേരെയും തോൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നിങ്ങനെ പറയും അച്ചമ്മ. അതിലേറിയും അങ്ങനെ പാടില്ലല്ലോ, മക്കളെ എല്ലാവരും ഒരുപോലെ കാണാൻ പഠിക്കണം ചന്ദ്രേ. നീ മക്കളെയും മരുമക്കളെയും ഒരുപോലെ തന്നെ കാണാൻ പഠിക്കണം, അല്ലാതെ ഇങ്ങനെ വേർതിരിച്ച് കാണിക്കരുത്. ഇപ്പം നിൻ്റെ ടീം ജയിച്ചത് സച്ചി കാരണമാണ്, മറ്റൊരു രണ്ടുപേരും കാരണമല്ല. അത് നീ മറക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ സമ്മാനം ചോദിക്കുമ്പോൾ പറയും സമ്മാനമൊക്കെ വീട്ടിൽ ചെന്നിട്ട് തരാമെന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. സമ്മാനമൊന്നും കൊടുത്തിട്ടില്ല, അതൊക്കെ വീട്ടിൽ നിന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറയും പിന്നെ എന്താണ്, നീ ആദ്യം അത് മനസ്സിലാക്കണം. ഞാനത് കേട്ടു എന്നറിയും. പക്ഷെ നമ്മുടെ സച്ചിക്കോ രേവതിക്കോ അത് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ടീം ഇങ്ങനെ ആക്കിയത് എന്നറിയും. ആദ്യം എന്തായാലും നന്നായി എന്നറിയും. അപ്പോൾ സച്ചി എടുത്ത വഴിക്ക് അറിയും, അല്ലെങ്കിലും ഗെയിമിൽ മാത്രമല്ല അമ്മ അച്ഛമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലും അമ്മ തന്നെയാണ് കാണിക്കേണ്ടത്. ഞങ്ങൾ ഒരിക്കലും നന്നാവരുത്, ഞങ്ങൾ നശിച്ചു പോകണമെന്ന് മാത്രമേ അമ്മ ചിന്തിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഒന്നും നല്ലത് വരണമെന്ന് ഒരിക്കലും അമ്മ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നിങ്ങനെ നമ്മളെ സച്ചി വളരെ സങ്കടത്തോടു കൂടി അങ്ങനെ പറയാണ്. അപ്പോൾ പറയാം അച്ഛമ്മ അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടല്ല, ചന്ദ്ര ഇങ്ങനെ തലേന്നാത്തി നിൽക്കുകയാണ്. പക്ഷെ വർഷയും ശ്രീകാന്തും നല്ല സപ്പോർട്ടാട്ടോ മറ്റേ നമ്മുടെ സച്ചിയോടും രേവതിയോടും. അപ്പോൾ അവർ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അവരുണ്ടാളും ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അവർക്കും സങ്കടമാവും. അപ്പോൾ പറയും ഒരിക്കലും അമ്മ അങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു കാര്യത്തിൽ എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ശരി എന്നാൽ പോവാന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ അച്ഛമ്മ നല്ല അച്ഛമ്മല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സച്ചി പോയിട്ട് ഇങ്ങനെ അച്ഛമ്മയോട് കൊഞ്ചുന്നുണ്ട്. അച്ഛമ്മേൻ്റെ തോളിൽ കൂടെ കൈയിട്ട് അച്ഛമ്മേനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ പോവാണ്. പിന്നെ വീട്ടിലെത്തി എല്ലാവരും കൂടെ നമ്മൾ രേവതി കുറേ അവലോ മലരൊക്കെ എന്തൊക്കെയോ പിന്നെ ഇങ്ങനെ ഇലകളിൽ ചീന്തിലാക്കിയിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അച്ഛനും അച്ഛമ്മയ്ക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതേപോലെ ശ്രീക്കും ശ്രീ എന്താണ് ശ്രുതിക്കും ശ്രീകാന്ത് റോഷയ്ക്ക് എല്ലാവർക്കും കൊടുക്കും. പിന്നെ ഒരു ഇലയിലത്തെ അവളെടുത്ത് അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. കഴിച്ച് കഴിയുന്ന സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയും. അപ്പോൾ പറയും ഇനി ഇപ്പോൾ അച്ഛമ്മയ്ക്ക് സന്തോഷമായില്ലേ ചോദിക്കും നമ്മളെ ശ്രീകാന്ത്. അപ്പോൾ പറയും ഓ സന്തോഷമായി, ഇനിയിപ്പോൾ ഒരു 2 ദിവസം കൊണ്ട് നിങ്ങളിവിടെ നിന്നാ എന്ന് പറയും. അപ്പോൾ പറയും അയ്യോ അത് പറ്റില്ല അച്ഛമ്മ, എനിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് വിളി വന്നിട്ടുണ്ടോ നേരത്തെ, അപ്പോൾ എനിക്ക് പോയേ പറ്റുള്ളൂ. അപ്പോൾ വർഷയും പറയും എനിക്ക് സ്റ്റുഡിയോയിലും പോകണമെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ രേവതി പറയും 2-3 ദിവസമായില്ലേ 3-4 ദിവസമായില്ലേ പൂക്കട പൂട്ടിയിട്ട് പോന്നിട്ട്, അവിടെയും പോകണമെന്ന് പറയുമ്പോൾ ഓ പിന്നെ വലിയ മാളല്ലേ അത് പൂട്ടിയിട്ട് പോരാൻ, അവളുടെ വർത്തമാനം കേട്ടില്ലേന്ന് വെച്ചിട്ട് ചന്ദ്ര അപ്പോഴും നമ്മളെ രേവതിയെ കുറ്റം പറയും. അപ്പോൾ പിന്നെ പറയും ചന്ദ്ര നീ അങ്ങനെ പറയൊന്നും വേണ്ട, പിന്നെ നീ ഞങ്ങൾക്ക് എന്ത് പറഞ്ഞാലും പിന്നെ രേവതിയെ കുറ്റം പറയുന്ന ഒരു സ്വഭാവമുണ്ട് നിനക്ക്, എന്തായാലും അത് നന്നല്ല സ്വഭാവം, നീ അത് മാറ്റണം എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ പറയും സുധിയൊന്നും ഉണ്ടാകത്തോണ്ട് നമ്മുടെ സച്ചി എടുത്ത വഴിക്കറിയേ അവനും ഒരു പണിയില്ല, ഒരു ദൂരമില്ല, അവന് പോയി പാർക്ക് കടന്നുറങ്ങാൻ വേണ്ടിയിട്ടല്ല, അതുകൊണ്ടാണ് അവൻ മിണ്ടാണ്ടിരിക്കുന്നത് എന്ന് പറയും. അപ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരും. അപ്പോൾ ശ്രുതി പറയും കണ്ടോ അച്ഛമ്മയെന്ന് പറയുമ്പോൾ സച്ചി മിണ്ടാതിരിക്കുക എവിടെ എന്നറിയും. അപ്പോൾ ഞാനൊന്നും മിണ്ടുന്നില്ല എന്നറിയും. അപ്പോൾ പറയും അപ്പോൾ ഗെയിമൊക്കെ കഴിഞ്ഞു, ഗെയിമൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മളെ വർഷ പറയും എന്നാൽ ഒരു ഗെയിമും കൂടെ ഉണ്ട്, ആ ഗെയിമും കൂടെ നമുക്ക് കളിച്ചാലോ എന്ന് പറയും. അയ്യോ ഇനി ഞാനില്ല ഗെയിമിന് എന്ന് പറയും. അല്ല അത് ഇതൊന്നുമില്ല, നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് പണ്ട് കളിക്കാം എന്ന് പറയും. അപ്പോൾ അതിനിടയ്ക്കപ്പോൾ നമ്മൾ സച്ചി പറയുന്നുണ്ട് അച്ഛമ്മ അവന് ഒരു പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ആർക്ക് സുധിക്കുക, അങ്ങോട്ട് അച്ഛമ്മയുടെ കൂടെ ഇവിടെ നിർത്തിക്കൊള്ളുത്തു, അവിടെ പറമ്പ് കളയ്ക്കാനും പശുവിനെ നോക്കാനൊക്കെ ഒരാളായല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ അതുകൊണ്ട് അവൻ ഇവിടെ നിന്നോട്ടെ പറയും. അയ്യോ ഞാനും പറയും പിന്നെ പശുവിനൊക്കെ അവൻ നോക്കും, അവൻ്റെ പിണ്ണാക്കൊക്കെ എടുത്തിട്ട് നോക്കിയാൽ മതിയോ പറയും നമ്മുടെ സച്ചി പറയും. അപ്പോഴേക്ക് ശ്രുതിക്ക് ദേഷ്യം പറയും. ശ്രുതി നോക്ക അച്ഛമ്മയെന്ന് പറയുമ്പോൾ സച്ചി നീ എൻ്റെ അടുത്ത് അടി പേടിക്കും, മിണ്ടാതെ അവിടെ ഇരിക്കുക എന്ന് പറയും അച്ഛമ്മ. അപ്പോഴാണ് നമ്മൾ വർഷം അങ്ങനെ ഗെയിമിനെ പറ്റി പറയാം. അപ്പോൾ എന്താ ട്രൂത്ത് ആൻഡ് അങ്ങനെ എന്തോ ഒരു ഇതാണ്, അതായത് സത്യം പറയുക അല്ലെങ്കിൽ ഗെയിം കളിക്കുക നമ്മൾ പറയുന്ന ഒരാൾ, അങ്ങനെയുള്ളൊരു ഗെയിം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കളിക്കുക എന്ന് പറയും. ഇപ്പോൾ ചന്ദ്ര പറയും ഇതെന്ത് ഗെയിമാണെന്ന് ചോദിക്കും. അപ്പോൾ എനിക്കറിയില്ല, അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ പഠിക്കാം എന്നറിയും. അപ്പോൾ എന്നാൽ നോക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആദ്യം പിന്നെ വർഷ തന്നെയാണ് ചോദ്യം ചോദിക്കുന്നത് നമ്മളുടെ ശ്രീകാന്തിനോട്. അപ്പോൾ ശ്രീകാന്ത് പറയും ട്രൂത്ത് എന്ന് പറയും. അപ്പോൾ ട്രൂത്ത് പറയുമ്പോൾ എങ്കിൽ പറയാം നിൻ്റെ ജീവിതത്തിൽ നീ ഇതിന് മുന്നേ ആരെങ്കിലും പ്രേമിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയും നീ എന്ത് ചോദിക്കുന്നത്, അല്ല സത്യം പറയാം, നീ എനിക്കത് പറയണോണ്ടെന്ന് എനിക്ക് പ്രശ്നമൊന്നുമില്ല, നീ പറയുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അറിയാം. അപ്പോൾ എല്ലാവരും കൂടെ കളിയാക്കും ശ്രീകാന്തിനെ. അപ്പോൾ പറയടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രീകാന്തിനോട് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക, നീ പറയടാ എന്ന് പറയും സച്ചി. അപ്പോൾ ശ്രുതിയും പറയും പറയടാ ആരെങ്കിലും ഉണ്ടായിരുന്നോ
അപ്പം ഞാൻ അത് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്ത് ഒരു പെൺകുട്ടിയായിട്ട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു അറിയോ. അപ്പോൾ അച്ഛമ്മയ്ക്ക് എന്താ അത് സാധനം ക്രഷോ അതെന്താ സാധനം എന്ന് നോക്കിയപ്പോൾ പറയും. ഇപ്പോൾ വർഷം അറിയാം അത് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം ഉണ്ടായിരുന്നുള്ളതാണ് അച്ഛമ്മ പറയും. ആഹാ നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മ ശ്രീകാന്തിനോട് ചോദിക്കുക. അത് അച്ഛമ്മ വെറുതെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞു എന്നൊക്കെ. അത് കുഴപ്പമില്ലാന്ന് പറയും. വർഷം അറിയാം അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട് അത് വിടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്നാൽ ഇനി ഞാൻ ഏട്ടനോട് ചോദിക്കാം, സുധിയോട്. അപ്പോൾ സുധിയോട് ചോദിക്കുമ്പോൾ സുധി പറയും സത്യം പറയില്ല. അപ്പോൾ ട്രൂത്ത് വേണ്ടതാണ് മറ്റേത് എടുക്കുക. അപ്പോൾ പറയും മറ്റേ നമ്മുടെ സച്ചി എടുത്ത വഴിക്കറിയാം അതെങ്ങനെയാവും ട്രൂത്ത് പറയുക. അവൻ സത്യം പറയണ്ട, അവൻ എന്നെങ്കിലും സത്യം പറഞ്ഞിട്ടോ, അവൻ കള്ളത്തരം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നറിയും. അപ്പോൾ അച്ഛമ്മ രവി ചിത്രം മിണ്ടാണ്ടിരിക്കണം, അവിടെ കളിയല്ലേ ഗെയിമല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരി എന്നറിയും. ഞാൻ എക്സസൈസ് ചെയ്യാം, അപ്പോൾ ഇങ്ങനെ പുഷപ്പ് എടുക്കണം എന്നറിയാം. പുഷപ്പ് എടുക്കണം എന്ന് പറയുമ്പോൾ 10 പുഷപ്പ് എടുക്കണം. 10 പുഷപ്പ് ഇതൊക്കെ എന്ത് ഞാൻ ദിവസം ഡെയിലി 50 പുഷപ്പ് എടുക്കുക എന്താണെന്നറിയും. അപ്പോൾ കണ്ട് തുടങ്ങും സച്ചി പിന്നെയും ചിരിക്കുക 50 പുഷപ്പ് ഇവനെ എന്നറിയും. അപ്പോൾ അറിയും ഞാൻ ചെയ്ത് കാണിച്ചാരടാ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അങ്ങോട്ട് തരും. ശ്രുതി ഞാൻ ചെയ്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് വലിയ ആളായിട്ട് വന്നിട്ട് പുഷപ്പ് എടുക്കണം. 5 ആയപ്പോഴേക്കും ഇതേ കിടക്കണം ടീം. പറയും ഡെയിലി 50 പുഷപ്പ് എടുക്കുന്ന ആളവസ്ഥ 5 ആയപ്പോഴേക്കിനും വെള്ളം കൂടി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കും. അങ്ങനെ വയ്ക്കണ പണിക്ക് നിന്നാൽ പോരെ എന്ന് നോക്കി രവി. വെറുതെ വേണ്ടാത്ത പണിക്കൊക്കെ നിൽക്കണോ എന്ന് വെച്ചിട്ട് പിന്നെ അവിടെ പോയി ചെയറിലിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വർഷേനോടാണ്. അപ്പോൾ വർഷേനോട് ചോദിക്കും, വർഷേ പിന്നെ സുധിയെ ചോദിക്കും, വർഷേ പിന്നെ വീട് ഇതുവരെ ആരും അറിയാത്ത ഒരു രഹസ്യം ഉണ്ടാവുമല്ലോ അതെന്താ എന്ന് പറയും. അപ്പോൾ ഒരു സംഭവം ഉണ്ടാവില്ല അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും അതാർക്കും അറിയില്ല, നിങ്ങൾക്കൊന്നും അറിയില്ല, എൻ്റെ വീട്ടുകാർക്കും അറിയില്ല, ആർക്കും അറിയില്ല. അപ്പോൾ അത് എന്താണ് എന്ന് ചോദിക്കുക. അത് പറയൂ ചോദിക്കും. അപ്പോൾ നമ്മുടെ സച്ചി ഇടയ്ക്ക് എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും അത് പിന്നെ എന്നറിയും. അത് പറയൂ എന്താണ് എന്നറിയും. അല്ല അത് പിന്നെ ഞാൻ നിങ്ങൾ അന്ന് ഞങ്ങളോട് വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ബെഡ്റൂമൊക്കെ റെഡിയാക്കിയില്ലേ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ട്. പക്ഷേ അത് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നില്ല എന്നുകൊണ്ട് പറയും. അപ്പോഴേക്ക് ശ്രീകാന്തും ഒക്കെ വായ പൊത്തി പിടിക്കുന്നു. നീ എന്താ ഈ പറയുന്നുണ്ട്, അല്ല സത്യം പറയണ്ടേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ പെണ്ണ് നിന്ന് പറയാൻ നിൽക്കുക. അപ്പോഴേക്കും ചന്ദ്ര പറയും അയ്യോ ശ്രീകാന്ത് എന്താ അത്. അപ്പോൾ നമ്മൾ രേവതിയും എല്ലാവരും ചെവിയും പൊത്തി പിടിച്ചോണ്ടിരിക്കുക എല്ലാവരും. അതിൽ ശ്രീകാന്തിനോട് പറയും എന്താ ഇത് കഥ. അപ്പോൾ ശ്രീകാന്ത് പറയും മതി പറയട്ടെ, നീ ഒന്ന് നിർത്ത് പറയാതിരിക്കുകയെന്ന് പറയും. അപ്പോൾ രവി പറയുമ്പോൾ എൻ്റെ മോളെ വർഷേ നിൻ്റെ മനസ്സിലുള്ളതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ, പുറത്തേക്ക് വിടല്ലേ, ഇത് കേൾക്കാമല്ലോ, അത് ത്രാണിയില്ല എന്നൊക്കെ ഇങ്ങനെ രവി പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ അങ്ങനെ ചിരി കഴിഞ്ഞു. ശരി എന്നാൽ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നത് ശ്രുതി എടുത്തിയോടാണ് എന്ന് പറയും. അപ്പോൾ ശരി എന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് തന്നെയാണ് ശ്രുതിയോട് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും ശ്രുതി എടുത്തി അവസാനമായി പറഞ്ഞ കള്ളം ഏതാണ് എന്ന് വയ്ക്കുമ്പോൾ ശ്രുതി അങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. കാരണം അവൾ പറയുന്നത് മുഴുവനും ചെയ്യുന്നത് മുഴുവനും കള്ളങ്ങളാണ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും അതിനൊന്നും മറുപടി പറയാനില്ല അവൾക്ക്. അപ്പോൾ പറയും സച്ചിൻ നന്നായിടാ ആ ഒരു ചോദ്യം ചോദിച്ചു വളരെ നന്നായി, ഇനി ആൻസർ പറയുന്നറിയും. അതിൽ ഇവളങ്ങനെ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. എന്ത് ആൻസർ പറയും, ഒന്നും പറയാനില്ല. കാരണം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും മുഴുവൻ കള്ളങ്ങളാണ്. അതുകൊണ്ട് ഒന്നും ചെയ്യാനോ ഒന്നും പ്രവർത്തിക്കാനോ 36ടെ കയ്യിലില്ല. 36 അങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ചെമ്പനീർ പൂവ് അവസാനിച്ചു. എന്തായാലും നമുക്ക് നോക്കാം എന്താ ആൻസറാണ് കൊടുക്കാമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ രാധാസ് ഫാമിലി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചെമ്പനീർ പൂവ് മിസ് ആക്കരുത്. നല്ല രസമുണ്ടെന്നത് ചെമ്പനീർ പൂവ് കഥ. ഞാൻ അച്ചമ്മ കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അതും നമുക്ക് പ്രതീക്ഷിക്കാം എന്താണെന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. എല്ലാവരും നല്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കുന്ന നല്ലൊരു ദിവസമാവട്ടെ എല്ലാവർക്കും. അത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് നിർത്തുന്നു. താങ്ക് യു.